സർ, സുധാകരൻ്റെ മുന്നിൽ ഹൈക്കമാൻഡ് ഏതാണ്ട് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പടനയിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം സ്വാഭാവികമായും ആർക്കായിരിക്കും സാർ? ഇതിൻ്റെ നേട്ടം പ്രധാനമായിട്ടും കോൺഗ്രസ്സിന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ്സിനകത്ത് ഒരു ശക്തമായ നേതൃത്വമുണ്ട്. അത് ഒരാളല്ല, ഒന്നിലധികം നേതാക്കളുണ്ട്. ആ നേതാക്കൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ തക്ക ശക്തിയുള്ളവരാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനം ഈ ഒരു 2 ദിവസം കൊണ്ട് ഉണ്ടായി. അത് കെ സുധാകരൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വരുത്തിയതാണെങ്കിലും അതിനകത്തൊരു ഫോക്കസ് പൂർണ്ണമായും കോൺഗ്രസ്സിലേക്ക് വരുത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. CPM-നെ ഒന്ന് ഷാഡോയിൽ നിർത്താനും ഈ ഒരു നീക്കം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ കെ സുധാകരൻ പോയിരുന്നെങ്കിൽ പിക്ചർ മറിഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് CPM-നെ ഒന്ന് ഷാഡോയിൽ നിർത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ അവസാന നിമിഷത്തെ ഒരു ജമ്പിന് കൂടുതൽ സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ എൻ്റെ ഒരു നിരീക്ഷണം, ഇതിനെ ഞാൻ കാണുന്ന 1967 കോൺഗ്രസ്സിൽ ഉരുണ്ടുകൂടിയ ഒരു കലാപത്തെക്കുറിച്ചാണ്. അന്ന് ഇന്ദിരാഗാന്ധി വന്നപ്പോഴേ കോൺഗ്രസ്സിലെ സിൻഡിക്കേറ്റ് കാമരാജ നാടാർ, നിജലിംഗപ്പ, SK പാട്ടീൽ, ഇങ്ങനെ ഇവരൊരു വലിയ വിഭാഗം ആളുകൾ, അതായത് കോൺഗ്രസ് സിൻഡിക്കേറ്റ്, അവരെ ഇന്ദിരയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇന്ദിര അവരെ എല്ലാം വെട്ടി. നീലം സജീവ റെഡ്ഡി വന്ന് ആ കഥയിലേക്ക് പോകണ്ട. പക്ഷേ ഇന്ദിര ചെയ്ത ഏറ്റവും വലിയ കാര്യം ഒറ്റയടിക്ക് ഇവരെ എല്ലാം അടിച്ച് പുറത്ത് കളഞ്ഞപ്പോൾ ഇവരെല്ലാം പുറത്ത് പോയാൽ കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും എന്നായിരുന്നു പത്രക്കാരൊക്കെ ആശങ്കപ്പെട്ടത്. പക്ഷേ ഇന്ദിരയ്ക്കറിയായിരുന്നു, കാരണം ജനങ്ങൾക്ക് കണ്ണെടുത്തിട്ട് കണ്ടുകൂടാത്ത ഈ കിളവന്മാരെ അടിച്ച് കളഞ്ഞതോടുകൂടി ഇന്ദിരാഗാന്ധി ഒരു ഹീറോയിനായിട്ട് മാറി. അപ്പോൾ ജനങ്ങൾക്ക് ഇന്ദിരയെ വിശ്വാസമായി. കാരണം ഇവരെയൊക്കെ അടിച്ച് കളയാമെങ്കിൽ ഇന്ദിരയ്ക്ക് ഇന്ത്യയെ നന്നായിട്ട് നയിക്കാമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് 67 ഈ സിൻഡിക്കേറ്റിനെ പുറത്താക്കിയപ്പോഴാണ്. ഇവിടെ സുധാകരൻ വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. സുധാകരൻ അടിച്ച് പുറത്ത് കളഞ്ഞിരിക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെ. MP മാരങ്ങ് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയ ഖാർഗെ എന്തു പറ്റി? മൂക്കൂത്തി താഴെ വീണില്ലേ? ഖാർഗെ സുധാകരൻ്റെ മുന്നിൽ കീഴടങ്ങില്ലേ പരിപൂർണ്ണിട്ട്? അദ്ദേഹം AICC പ്രസിഡൻ്റാണ്. ക്ഷുഭിതനായിട്ടാണ് പോയത്. എന്ത് പറ്റി? ക്ഷുഭിതനായിട്ട് പോയാൾക്ക് എന്ത് പറ്റി? നിരാശനായിട്ട് തിരിച്ചു വരേണ്ടി വന്നില്ലേ സാർ? രാഹുൽ ഗാന്ധി എവിടെ? രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എവിടെ? ഇനിയും സുധാകരനെ ഒതുക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങി നടന്ന VD സതീശൻ എവിടെ? KC വേണുഗോപാൽ എവിടെ? ഒറ്റയടിക്ക് ഖാർഗെയും പിന്നെ രാഹുൽ ഗാന്ധിയെയും KCയെയും VD സതീശനെ ഒതുക്കി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നേട്ടം കൊയ്യുന്ന ഒരാളുണ്ട് സാർ, അത് രമേശ് ചെന്നിത്തലയാണ്. ഈ കലാപം തുടങ്ങുമ്പോൾ ഏറ്റവും തന്ത്രപൂർവ്വം നീങ്ങിയത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യം, സുധാകരന് കേരളത്തിലെ കോൺഗ്രസ്സിന് അനിവാര്യനാണ്. അതുകൊണ്ട് സുധാകരനെ വിട്ട ഒരു കാര്യം കോൺഗ്രസ് തീരുമാനിക്കരുത് എന്നാണ്. സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ്സിന് അനിവാര്യനാണെന്ന് ഒരിക്കലും KC പറഞ്ഞിട്ടില്ല, VD സതീശൻ പറഞ്ഞിട്ടില്ല. അനിവാര്യനാണെന്ന് ഖാർഗെയ്ക്ക് തോന്നിയിട്ടുമില്ല. രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിനെ അപമാനിച്ച ആളുമാണ്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി അപമാനിച്ച കെ സുധാകരൻ്റെ പാതാരവിന്ദങ്ങളിൽ അച്ചടക്ക നടപടി താത്തു വെച്ചിട്ട് കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടല്ലേ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനുണ്ടായത്? 67 ഇന്ദിരാഗാന്ധി എവിടെ നിൽക്കുന്നു, 2006 രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നു? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് ഞാൻ കാണുന്നത് കോൺഗ്രസിൻ്റെ പതനം തുടങ്ങി തന്നെയാണ്. ഇതോടുകൂടി സാറേ ഇതൊരു വലിയ ഹീറോ പരിവേഷമാണ് സുധാകരന് കിട്ടുന്നത്. സുധാകരനെ തൻ്റെ എതിരാളികളായ മുഴുവൻ ആളുകളെ അടിച്ചൊതുക്കി റെഡിയായിരിക്കണം. തീർച്ചയായിട്ടും 26 ആർക്ക് ഭൂരിപക്ഷം കിട്ടട്ടെ, ആരും മുഖ്യമന്ത്രിയാകട്ടെ, അത് വരുമ്പോൾ സുധാകരന് വലിയൊരു ഷേ അവിടെ വരും. അവിടെ വരാൻ കോൺഗ്രസിലെ അവസാന ബോൾ സുധാകരൻ്റെ കോർട്ടിലേക്ക് വന്നാൽ ഈ സാറ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തീരുമാനം പാണക്കാട് തങ്ങൾ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയുന്നൊരു ശക്തിയായി കെ സുധാകരൻ മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി രമേശ് ചെന്നിത്തലയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. അല്ല, അത് 100% ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു VD സതീശൻ ഫോക്കസ് ആയിരുന്നു കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് കോൺഗ്രസ്സിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കുന്നു, അദ്ദേഹം നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹം ആര് വേണ്ടെന്ന് പറയുന്നു ആ ആൾ പാർട്ടിയിലേക്ക് വരില്ല. തീരുമാനമെടുക്കാൻ
കഴിവുള്ള നേതാവ് എന്നുള്ള പേര് വരുന്നു. എന്ന പേര് വരുന്നു, പിന്നെ ക്യാപ്റ്റൻ എന്ന പേര് വരുന്നു. ഈ രീതിയിൽ കോൺഗ്രസ്സിനൊരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അത് വി ഡി സതീശനാണെന്ന് പറയുന്നു. അത് ഏറ്റുപറയാനായിട്ട് പാണക്കാട് തന്നെ ആൾക്കാർ നിൽക്കുന്നു. അൻവറിനെ പോലും മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞു അൻവറിനെ കൂട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറിനെ വേണ്ട എന്ന് പറയുന്നു, മാറ്റി നിർത്തുന്നു. അങ്ങനെ ഒരു കാര്യം ഉദിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് അൻവറിനെ ഇപ്പോൾ തിരിച്ച് കയറ്റുന്ന സാഹചര്യം. ഇതിനുമെല്ലാം ഞാനാണ് കാരണക്കാരൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം, അത് ഞാൻ വെറും 24 മണിക്കൂർ കൊണ്ട് നിസ്സാരമായിട്ടങ്ങ് നടത്തിക്കളയുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിൽ നിൽക്കുന്നു എന്ന് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ട് വന്ന ആ രീതി ഠപേന്ന് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത് നമ്മൾ ഡൽഹി വഴി സുധാകരൻ കാട്ടിത്തന്നു എന്നുള്ളതാണ്. അപ്പോൾ സുധാകരൻ, സുധാകരൻ കെ കരുണാകരന് ശേഷം പാർട്ടിയിൽ പല ഞെട്ടലുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്, ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു നേതാവാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ കെ കരുണാകരൻ മാത്രമേ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചിട്ട് സർവൈവ് ചെയ്തിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചാൽ പിന്നെ സർവൈവ് ചെയ്യില്ല, അതോടെ അയാളുടെ പ്രഭ മങ്ങിപ്പോവുകയാണ്. അത് KC ബ്രിഗേഡ് ഉണ്ടല്ലോ, ആ ബ്രിഗേഡിൻ്റെ ഒരു ഗുണവും കൂടാണ് KS ബ്രിഗേഡ്. KS ബ്രിഗേഡ് എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ മണ്ഡലത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഒരു 500 പേര് 1000 പേരില്ലാത്ത ഒരു മണ്ഡലവും ഇല്ല എന്നുള്ളതാണ് KS ബ്രിഗേഡ്. അത് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, മറ്റു മണ്ഡലങ്ങളല്ല ഞാൻ പറഞ്ഞത്, ലീഗിൻ്റെയോ അങ്ങനത്തെ സ്ഥലങ്ങളല്ല. കോൺഗ്രസിന് ശക്തിയുള്ളിടത്ത് 500-1000 പേര് നിശ്ചയമായും ആ ഒരു കേഡർ സംവിധാനത്തോടു കൂടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. വിദേശത്തെ ചില നമ്മുടെ മലയാളികളുള്ള പ്രദേശങ്ങളിൽ പോലും, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ഈ KS ബ്രിഗേഡിൻ്റെ വലിയൊരു ടീമുണ്ട്. സുധാകരൻ ചെന്നാൽ വലിയ സ്വീകരണമാണ് അവിടെ. സുധാകരൻ എന്ത് പറയുന്നു അതുപോലെ നിൽക്കുന്ന ഒരു KS ബ്രിഗേഡ് സംസ്ഥാനത്തിന് അകത്തും പുറത്തും ഉണ്ട് എന്നുള്ളതാണ് സുധാകരൻ്റെ പ്രത്യേകത. ആ ഒരു ശക്തി അദ്ദേഹം ഇപ്പോൾ വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്. അത് കെ കരുണാകരന് ശേഷം ഇത്രയും കരുത്തോടു കൂടി നിൽക്കുന്ന ഒരു നേതാവിനെ, ശരിക്കും പറഞ്ഞാൽ മറ്റേത് ഊതിപ്പെരുക്കിയ ഒരു ക്യാപ്റ്റനാണെങ്കിൽ യഥാർത്ഥ ക്യാപ്റ്റൻ ഞാനാണ്, നിർണായക നിമിഷത്തിൽ പെനാൽറ്റി ബോക്സിൽ കയറി ഹൈക്കമാൻഡിനെ വെട്ടി ഗോളടിക്കാൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതേ സാറേ, ഇപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി സുധാകരൻ കൊണ്ടു ചെന്നെത്തിക്കുകയും അത് ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മറ്റൊരു വലിയ വിപ്ലവം അവിടെ മുഖ്യമന്ത്രി പദച്യുതി ഒക്കെ നടക്കുന്ന അവിടെയും സുധാകരൻ തന്നെ സാധിക്കും. അല്ല, ഇനി സുധാകരനെ നിഷേധിക്കാൻ കഴിയില്ല. സുധാകരനെ കരിയേപ്പിലയാക്കി വെച്ചിരുന്നവർ എല്ലാം ഇപ്പം മനസ്സിലായി സുധാകരൻ്റെ രോഗവും സുധാകരൻ്റെ മന്ദതയും ഒന്നും അങ്ങനെയല്ല. ഈ സിംഹം ഇപ്പോഴും ഗർജിക്കും. ഇതിന് സടകുടഞ്ഞെണീക്കാൻ അധിക സമയം വേണ്ട എന്നുള്ളത് സുധാകരൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പരിചയസമ്പന്നത പോലും പിന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ സഹായിച്ചു എന്ന് കണ്ടേക്കാം. അല്ല, അത് 1990-കൾ മുതൽ കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കം കൊണ്ട് കൊടിവെക്കാനും അവിടെ തനിക്ക് മാത്രമല്ല തൻ്റെ കൂടെ നിൽക്കുന്നവരെയെല്ലാം സ്ഥാനാർത്ഥിയാക്കി നിർത്താനും നിന്ന് മത്സരിക്കട എന്ന് പറയാനും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയാൽ അവിടുന്ന് ബലം പിടിച്ച് ഇറക്കിക്കൊണ്ടുവരാനും പാർട്ടി ഗുണ്ടകൾ പിടിച്ചു നിർത്തിയാൽ അവിടെ ജീപ്പും കൊണ്ടുവന്ന് പാർട്ടി അണികളിലുള്ളവരെ വിരട്ടി മോചിപ്പിച്ച് കൊണ്ടുവരാനും ഒക്കെയുള്ള ആ തൻ്റെ ഇടം അതിപ്പോഴും നശിച്ചിട്ടില്ല എന്നുള്ളത് കെ സുധാകരൻ തെളിയിച്ചിരിക്കുകയാണ്. തനിക്ക് ശാരീരികമായ ചില അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ഒരു പാറ പോലെ നിൽക്കുന്ന ഒരു ഘടോത്കചനാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ നിൽക്കില്ല, മന്ത്രിസഭാ രൂപീകരണം വിജയിച്ച് വന്നു കഴിഞ്ഞാൽ. അല്ല, അത് മാത്രമല്ല സാറേ, ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് പിന്നെ ഒരു പ്രത്യേകത തോന്നുന്ന സന്ദർഭം, വി ഡി സതീശൻ നയിച്ച ജാഥ. ഈ ജാഥ നയിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് വിനോയ് വിശ്വൻ നയിക്കുന്ന ജാഥ, മറ്റൊരു സ്ഥലത്ത് നമ്മുടെ പിന്നെ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയൊക്കെ ഇവിടെ വന്നതാണ്. അവരൊക്കെ ഈ അഭിസംബോധന ചെയ്തത് ഒടിഞ്ഞ കസേരകളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും. മനുഷ്യ വംശം അവിടെ ഇല്ലായിരുന്നു. മൈക്ക് ഓപ്പറേറ്റർ അല്ലാത്ത കാര്യമായ ആരെയും നമ്മളവിടെ കണ്ടില്ല. പിന്നെ അച്ചടക്ക നടപടി പേടിപ്പിച്ച് കുറേ ആളുകളെ പാവപ്പിടിച്ച് ആത്മാക്കളെ അവിടെ കൊണ്ടുവച്ചു എന്നുള്ളതല്ലാതെ പരിപൂർണമായും പരാജയമായിരുന്നു ഇടതുപക്ഷം. യാതൊരു സംശയമില്ല. പക്ഷേ അതേസമയം വി ഡി സതീശൻ്റെ ജാഥ അത് ഞാൻ കണ്ടതാണ്. ചവറയിലുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു. വലിയ അഭൂതപൂർവമായ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ്റെ ജാഥ വന്നത്. അപ്പോൾ വി ഡി സതീശൻ ശരിക്കും കേരളത്തിലെ ഒരു നേതാവായി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് പുത്തരിക്കണ്ടത്ത് ഈ ജാഥ സമാപിക്കുന്നത്. അപ്പോൾ സമാപിക്കുമ്പോൾ സതീശൻ ശക്തനായ ഒരു നേതാവായി. സാറ് പറഞ്ഞ പോലെ
PV അൻവറിൻ്റെ സമയത്ത് എല്ലാവരും ആശങ്കപ്പെട്ടു, അൻവറിനെ വിട്ടാൽ നിലമ്പൂർ സംഭവിക്കും? അൻവറിനെ നിങ്ങൾ എടുക്കാതെ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കൂ, എന്ന് പറയാൻ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചേക്കാം, ഈ അൻവറിനെ കൊണ്ട് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിനെതിരായിരുന്നു ഈ കോൺഗ്രസിനത്തെ പ്രമുഖ നേതാക്കന്മാരൊക്കെ. പക്ഷേ VD സതീശൻ്റെ ശക്തമായ നിലപാടിൽ അവർ സതീശനുമായിട്ട് യോജിക്കുകയാണ് ചെയ്തത്. അൻവറിനെ തോൽപ്പിക്കുക മാത്രമല്ല, വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ പബ്ലിക് ഫിഗർ എന്നുള്ള നിലയിൽ, ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ വലുതായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അവസാനം വന്ന് പിന്നെ എറണാകുളം DCC പ്രസിഡൻറ്റിന് സീറ്റ് വാങ്ങിച്ചു കൊടുത്തത് KC വേണുഗോപാലിൻ്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസിൻ്റെ പേര് വെട്ടിയിട്ടാണ്. ഹൈക്കമാൻഡ് KC വേണുഗോപാൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിനെ സഹായിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ എറണാകുളം DCC പ്രസിഡന്റ് മുസ്ലിമാണ്. ദേശീയ മുസ്ലിങ്ങൾക്ക് ഇനിയും കോൺഗ്രസ്സിൽ ഇടം വേണ്ടേ? എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസ്സിനകത്ത് വരുന്നവരൊക്കെ ഒതുക്കപ്പെട്ടാൽ നാളെ എന്നാണ് കോൺഗ്രസ്സിന് എങ്ങനെ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ കഴിയും? ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ എറണാകുളത്ത് ഈ പാർട്ടിയും കൊണ്ട് നടന്ന ഒരാളിനെ മുസ്ലിം എന്നുള്ളൊരു കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം എന്നുള്ള സതീശൻ വളരെ തന്ത്രപൂർവ്വം കാർഡിറക്കി കളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാദത്തെ തോൽപ്പിക്കാൻ KCക്ക് കഴിഞ്ഞില്ല. അപ്പം ഈ എറണാകുളം ജില്ലാ പ്രസിഡൻറ്റിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താൻ സതീശൻ ശ്രമിക്കുന്നത് നമ്മളൊന്ന് കൂട്ടി വായിക്കണം. അപ്പം മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ താല്പര്യം വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യത്തിൽ സതീശൻ കാണിക്കുന്നു. ഇന്നുവരെ സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മൗദൂദ് വളരെ ഡീസൻ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പൂരാ സമ്മതിക്കുന്നില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞതാണ് അവരുടെ മൗദൂദിലെ സ്റ്റുഡൻസ് വിഭാഗം. പിന്നെ സ്റ്റുഡൻസ് ഇസ്ലാമിക് സിമി. അപ്പം അതൊക്കെ വളരെ കറക്റ്റായ കാര്യമാണ്. അതൊക്കെ എല്ലാവരും വിട്ടു. അവർ ഭയങ്കര മതേതരവാദികളായിട്ട് മാറിയിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ സതീശന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്തുണ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് തീവ്ര നിലപാടുള്ള മുസ്ലിങ്ങളടക്കമുള്ള ആളുകളെയും കൂടെ നിർത്താൻ കഴിയും. അങ്ങനെ സതീശന് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ബിംബമായി, ഒരു വലിയ പിന്നെ നേതാവായി വളർന്നു വന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സുധാകരനെ ഇല്ല ബലൂണിൻ്റെ കാറ്റ് ഊരിവിടുന്ന പോലെ ചെറിയൊരു കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റ് പോയില്ലേ സാറേ? തീർച്ചയായിട്ടും കൊച്ചു കാര്യമാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയം നിൽക്കുന്നത് രണ്ട് ശക്തന്മാരുടെ മത്സരത്തിലാണ്. ബ്രണ്ണൻ കോളേജിലെ പിന്നെ സഹപാഠികളുമാണ്. ഒരു ഭാഗത്ത് പിന്നെ പിണറായി വിജയനും മറുഭാഗത്ത് സുധാകരൻ എന്ന ധീരനായ നേതാവിൽ നിന്ന് നയിക്കുന്ന ഒരു മത്സരമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ സുധാകരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് സുധാകരൻ നേടിയ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് സത്യമാണ്. കാരണം ഇദ്ദേഹം ഇവിടെ ഒരു സെമി കേഡർ പാർട്ടി ഉണ്ടാക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ KPC പ്രസിഡന്റ് ആയത്. അന്ന് KPC പ്രസിഡന്റ് സ്ഥാനം എടുക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം കേരളത്തിലെ കോൺഗ്രസ് നശിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് രക്ഷപ്പെടണമെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒരു സെമി കേഡറാക്കി മാറ്റണം. അതിന് എല്ലാ ജില്ലയിലും ഒരു തലയെടുപ്പുള്ള 1-2 നേതാക്കൾ വേണം, ഓരോ പ്രദേശത്തും അത്തരത്തിൽ തലയെടുപ്പുള്ള കുറച്ച് നേതാക്കൾ വേണം എന്ന് പറഞ്ഞ് എണ്ണിപ്പെറുക്കി ആളെ വരെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ പറഞ്ഞ നേതാക്കളെല്ലാം ചേർന്ന് പുള്ളിക്കാരനെ വെട്ടുകയാണ് ചെയ്തത്. അത് ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇദ്ദേഹത്തിനെ ഇവിടെ നിർത്തിയാൽ ഇദ്ദേഹം ഈ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിക്കളയും. ഇത് വേറൊരു പിണറായി സാറ് പറഞ്ഞ പോലെ ബ്രണ്ണൻ കോളേജിലെ വേറൊരു സാധനം കോൺഗ്രസിനകത്ത് കയറി വന്ന് പിടിച്ച പോലെ ആകും. അതുകൊണ്ട് കോൺഗ്രസിനകത്തെ ഒരു പിണറായിയായി ഇദ്ദേഹം മാറും. അതുകൊണ്ട് ഏത് നിമിഷവും വെട്ടി മാറ്റണം എന്ന് പറഞ്ഞാണ് രോഗവും പിന്നെ ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ വെട്ടി മാറ്റിയത്. ആ വെട്ടി മാറ്റിയപ്പോൾ ദീർഘവീക്ഷണമുള്ള സുധാകരൻ അന്ന് പറഞ്ഞ വാക്കാണ്, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ പോകാം, പക്ഷേ എനിക്ക് കേരള രാഷ്ട്രീയത്തോടാണ് താല്പര്യം. ഇവിടെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ എനിക്കൊരു കൊച്ചു കണ്ണൂർ സീറ്റ് തരണേ. അന്ന് ഈ പറഞ്ഞ ഹൈക്കമാൻഡും ലോ കമാൻഡും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാം അംഗീകരിച്ചതാണ്. അയ്യോ അതിനെന്ത്, കണ്ണൂരിൽ എപ്പോൾ വേണോ താങ്കൾക്ക് മത്സരിക്കാവുന്നു. അതാണിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. എൻ്റെ മുമ്പിൽ ആർക്ക് പറയാൻ ധൈര്യമുണ്ട്? ഞാൻ ഈ കണ്ണൂർ സീറ്റ് ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും തരുമെന്നല്ലേ പറഞ്ഞത്. അത് നിഷേധിക്കാൻ ആർക്ക് ധൈര്യമുണ്ടെന്നാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ? KC വേണുഗോപാലിന് ധൈര്യമുണ്ടോ? VD സതീശന് ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്.
ഹൈക്കമാൻഡിലെ ഓരോരുത്തരും ആര് പറ, ഇവിടെ വന്ന് പറ, അങ്ങനെ ഒരു വാഗ്ദാനം എനിക്ക് തന്നിട്ടില്ല, അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടില്ല എന്ന് ചുണയുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞിടത്താണ് ഉത്തരം മുട്ടിപ്പോയത്. സാർ, ഇത് രണ്ടുപേരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഒന്ന് KC വേണുഗോപാലിനെ, VD സതീശൻ പോയി തീർന്നു, അദ്ദേഹത്തിൻ്റെ പ്രസക്തി തന്നെ പോയി എന്നുള്ളതാണ്. പിന്നെ ഒന്ന് KC വേണുഗോപാലാണ്, മറ്റൊന്ന് രാഹുൽ ഗാന്ധിയാണ്. സാർ, രാഹുൽ ഗാന്ധിയുടെ ഒരു സൈക്കോളജി നോക്കണം. അതേ രീതി തന്നെയാണ് KC വേണുഗോപാലും ഇവിടെ അനുവർത്തിച്ചത്. തനിക്ക് സമശീർഷരായ നേതാക്കന്മാരൊന്നും വരണ്ടെന്ന്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി അധീർ രഞ്ജൻ ചൗധരിയെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോഴും അവിടെ ഒഴിവാക്കിയതാരെയാണ്? ശശി തരൂരിനെ. പിന്നീട് അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി. അദ്ദേഹം ശശി തരൂർ പ്രതിപക്ഷമായിട്ട് നോക്കുമ്പോൾ ഒരു കമ്പാറ്റബിലിറ്റി ഇല്ലല്ലോ. പിന്നെ അദ്ദേഹം ഒതുക്കി നിർത്തി നോക്കിക്കൊണ്ടിട്ട് ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ, അത് അദ്ദേഹം മാധവറാവ് സിന്ധ്യയുടെ മകനാണ്. രാജീവ് ഗാന്ധിക്ക് തന്നെ സമശീർഷനാണ് അദ്ദേഹം. യഥാർത്ഥ രാജവംശത്തിൽപ്പെട്ട ആൾ തന്നെയാണ് തീർച്ചയായിട്ടും സച്ചിൻ പൈലറ്റ്. അതുകൊണ്ട് ആസാമിലെ ധർമാനന്ദൻ, പിന്നെ ഹേമന്ത് ബിശ്വ ശർമ്മ. അപ്പം ഇവരെയൊക്കെ ഒതുക്കി അദ്ദേഹം അവസാനം ഈ കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ആളാണ് മല്ലികാർജ്ജുന ഖാർഗെ. അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ ഒരിക്കലും മല്ലികാർജ്ജുന ഖാർഗെയെ കൊണ്ടൊന്നും പ്രസൻറ്റ് ചെയ്തില്ല. കാരണം 40-40% ചെറുപ്പക്കാരുടെ വോട്ടുള്ള ഒരു രാജ്യത്ത് കാലഹരണപ്പെട്ട അഴിമതിക്കാരനായ ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്ത ഒരു വൃദ്ധനെ പിടിച്ച് AICC നയിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി എങ്ങോട്ടാണ് ഈ പ്രസ്ഥാനത്തിനെ കൊണ്ടുപോകുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി. അദ്ദേഹത്തിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ മനോഭാവം തന്നെയാണ് KC വേണുഗോപാലും ഇവിടെ സ്വീകരിച്ചത്. ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് കേസിൻ്റെ വിജയമായി നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നാമെങ്കിലും ഇതിലെ യഥാർത്ഥ വിജയി രമേശ് ചെന്നിത്തലയാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ആ ഒരു കണക്കൂട്ടൽ ശരിയാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷവും പിടിക്കാതെ പോകാനുള്ള ഒരു നയതന്ത്രം അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. വലിയ പക്ഷം പിടിക്കാതെ പോവുക, എന്നാൽ എല്ലാവരിലും ഒരു സമവാക്യത്തിൻ്റെ പാതയിൽ പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിദ്വേഷം കൂടാതെ എല്ലായിടത്തും ഒരു സ്വീകാര്യത രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. ഹൈക്കമാൻഡിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. ഈവൻ പണക്കാടും അദ്ദേഹത്തിന് വലിയ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു നേതാവ്, എപ്പോൾ വേണോ നമുക്ക് സ്വീകാര്യൻ. എന്തിന് പിന്നെ NSSൻ്റെ സുകുമാരൻ നായർക്ക് പോലും 100% തൃപ്തിയുള്ള ഒരു നേതാവ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്. പിന്നെ ഒരുപാട് വീരവാദങ്ങളൊന്നും അടിച്ചില്ലെങ്കിലും കൊണ്ടുവരുന്ന കാര്യങ്ങൾ നല്ല ഷാർപ്പായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുവരാനും അത് ഷാർപ്പായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അതിന് എല്ലാം ഉപരിയായിട്ട് അദ്ദേഹത്തിന് ഈ കെ സുധാകരനെ പോലുള്ളവരുടെ ഹൃദയം കവരാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. എന്നാൽ അതൊന്നും ഭാവിക്കാറുമില്ല. അവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢവുമാണ്. ഇപ്പം തന്നെ AK ആന്റണിയും രമേശ് ചെന്നിത്തലയുമാണ് ഇതിനൊരു ഇപ്പോഴത്തെ ഒരു സമവാക്യത്തിന് പാലമായി പ്രവർത്തിച്ചത് എന്നും പൊതുവെ പറഞ്ഞു കേൾക്കുന്നു. അല്ല, എന്നാൽ സാർ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു, ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞു, പക്ഷേ മാരകമായ അണുബോംബും ആറ്റം ബോംബും ഒക്കെ ആയിട്ടിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധമാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും രണ്ടാം ലോകമഹായുദ്ധം കാണാം. അന്ന് പിന്നെ ഹിരോഷിമയിൽ ആരാണ് ബോംബ് വർഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അവിടെ വേറൊരു കാര്യം കൂടെ വരികയാണ് സാർ. ഈ BJPക്ക് പിന്നെ ഒരു 8-10 സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെയും BJPയുടെ ഒരു മൗനസമ്മതവും കൂടെ ആവശ്യമാണ് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിന്. ആ മൗനസമ്മതത്തിന് ഒരു പക്ഷേ അനുകൂലമായി വരുന്ന ചില നേതാക്കൾ ഈ കെ സുധാകരനെ പോലുള്ളവർക്ക് വലിയ സേ വരുന്നതാണ് എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതാണ്. അത് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു 7-8 സീറ്റ് കിട്ടിയാൽ പോലും, കാരണം ഇത്തവണത്തെ റണ്ണിങ് എന്ന് പറയുന്നത് ഏതാണ്ട് ക്ലോസ് റണ്ണിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണിയാണേലും UDF ആണേലും ഏതാണ്ട് സമമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ എഡ്ജ് UDF ഉണ്ടെന്ന് നമുക്ക് പറയാമെങ്കിലും അത് അവസാനത്തെ ഫിനിഷിങ്ങിൽ ഒരു 8 സീറ്റോ 10 സീറ്റോ പിന്നെ NDA പിടിച്ചു കഴിഞ്ഞാൽ, BJP മാത്രമല്ല ഞാൻ പറയുന്നത്, BJP 3-4 ചിലപ്പോൾ പിന്നെ 2020 1-2 അങ്ങനെ വന്നൊരു പിന്നെ BDJSും ചേർന്നൊരു 8-10 സീറ്റ് പിടിച്ചാൽ പോലും ഒരു പക്ഷേ ഫിനിഷിംഗ് കോൺടെസ്റ്റിൽ മുഖ്യമന്ത്രി ആരാകണം നിശ്ചയിക്കണമെങ്കിൽ BJPയുടെ ഒരു മൗനസമ്മതമെങ്കിലും വേണമെന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടായില്ല. അന്നും
കെ സുധാകരൻ്റെ സേ വളരെ വലുതാണ്. എന്നാൽ വോട്ടർമാർക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഫോടനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സ്ഫോടനത്തിന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.